റൈറ്റ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, തിരുവനന്തപുരം ജില്ലക്കാർ രണ്ടുപേരാണോ ഈ ദുരന്തത്തിൽപ്പെട്ടത്, മരണപ്പെട്ടത്? ശ്രീജേഷ് തങ്കപ്പൻ, അരുൺ ബാബു അല്ലേ? അതേ സ്ഥലത്ത് രണ്ടുപേരാണ്. ഒരാൾ വർക്കലയിലും ഒരാൾ ഈ നെടുമങ്ങാട് ഉഴമനയ്ക്കൽ കുര്യത്തി സ്വദേശി അരുൺ ബാബുവുമാണ് കൊല്ലപ്പെട്ടത്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നിലവിൽ ഈ അരുൺ ബാബുവിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ തൊട്ട് ഒരു മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ ഈ മരണവിവരം അറിയിച്ചത്, അടുത്ത ബന്ധുക്കളെയും ഒക്കെ അറിയിച്ചത്. അതിൻ്റെ ഒരു ദുഃഖവും കരച്ചിലുമൊക്കെ നമുക്ക് ഈ വീടിൻ്റെ പുറകിൽ കേൾക്കാൻ കഴിയും. എന്തായാലും ഒരു കുടുംബത്തിൻ്റെ അത്താണി ആയ ഒരാൾ അരുൺ ബാബു, രണ്ട് മക്കളാണ്, രണ്ട് പെൺകുട്ടികളാണ്. ഒരാൾക്ക് അഷ്ടമി 13 വയസ്സും ഒപ്പം തന്നെ അമ്മയ 3 വയസ്സുമുള്ള കുട്ടികളാണുള്ളത്. അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലുള്ളൊരു വലിയ വിയോഗം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിൻ്റെ ദുഃഖം ഈ വീട്ടിൽ കാണാം. നമുക്ക് എന്തായാലും ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അവിടെ ഇപ്പോൾ പെട്ടെന്ന് അമ്മയൊക്കെ മരണവിവരം അറിയിച്ചതിൻ്റെ ദുഃഖവും അതിൻ്റെ ഒരു സങ്കടത്തിലുള്ള കരച്ചിലും ഒക്കെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കളും ഒപ്പം തന്നെ അയൽവാസികളുമൊക്കെ ഇവിടത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകും മൃതദേഹം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിക്കാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉച്ച കഴിഞ്ഞേ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കൂ. സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ ഇനിയും തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബന്ധുക്കളെയൊക്കെ ഇപ്പോൾ പൂർണ്ണമായും അറിയിച്ചിട്ടേ ഉള്ളൂ. അയൽവാസികൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, അങ്ങനെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? അനീച്ചേരെ പോലെ തന്നെയാണ്, അനീച്ചേരെ തന്നെയാണ്. വിഷമം ക്കാൻ പറ്റില്ല, എന്ത് പറയണമെന്ന് തന്നെ അറിയില്ല. അവൻ ഇവിടുത്തെ പോയിട്ട് 7 മാസമേ ഉള്ളൂ. ഇവിടുത്തെ പൊതുപ്രവർത്തനങ്ങളെല്ലാം സജീവമായി നിൽക്കുന്ന ഒരാളാണ്. CIT തൊഴിലാളിയാണ്, പാർട്ടി അനുഭാവിയാണ്, DYFIയിലൊക്കെ ചാർജൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാ അർത്ഥത്തിലും ഇവിടെ നാട്ടിന് വേണ്ടി അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. എത്ര വർഷമായി ഇപ്പോൾ പോയിട്ട്? 8 വർഷം പോയിട്ട് 7 മാസമായി. മുമ്പ് 8 വർഷം മുമ്പ് അപ്പോൾ വന്നിട്ട് പോയി. എൻ്റെ ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീട്, പിന്നെ കുഞ്ഞുങ്ങളെ പഠിത്തം, അങ്ങനെയൊക്കെ തന്നെയാണ്. കുടുംബമാണ് അവൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഇതിപ്പോൾ കുടുംബ വീടാണോ? ഇത് കുടുംബ വീടാണ്. നാട്ടിൽ നിന്ന് ഇടയ്ക്കിയ ഒരു സംഭവം നമുക്ക് പറയാൻ പോലും കഴിയില്ല. അതാണ് എന്ത് പറയണമെന്ന് തന്നെ അറിയില്ല. ഒരു വിഷമമാണ് മൊത്തത്തിൽ നാട്. കാരണം എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. എല്ലാവരും മനസ്സിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ഓടിയെത്തും, ഇങ്ങനെയുള്ള ഒരാളാണ്. ശരത്തെന്തായാലും അയൽവാസികളൊക്കെ ഇത്തരത്തിലുള്ള ദുഃഖത്തിലാണ്. ഒരു പൊതു പ്രവർത്തന മേഖലയിലൊക്കെ വളരെ സജീവമായി നിരുന്ന ആളാണ് എന്നാണ് അരുൺ ബാബുവിനെ പറ്റി ഇവിടെ വന്ന ശേഷം ആളുകളുമായി സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നത്. എന്തായാലും DYFI രംഗത്തും അതുപോലെ തന്നെ CIT രംഗത്തുമൊക്കെ നിറഞ്ഞു നിന്ന ഈ നാട്ടിലൊരു സജീവമായ ഒരു എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ആളായിരുന്നു അരുൺ ബാബു. 8 വർഷം മുമ്പാണ് അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകുന്നത്. കഴിഞ്ഞ 7 മാസം മുമ്പാണ് വന്ന് തിരിച്ചു പോയത്. എന്തായാലും ആകസ്മികമായി ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകുന്നു. ഈ കുട്ടികളുടെയും അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ വളരെ ദുഃഖകരമായ കാഴ്ചയും അവരുടെ അവസ്ഥയും തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഉച്ച കഴിഞ്ഞ് മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒക്കെ രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയെ വിവരം അറിയിച്ചത് ഈ കഴിഞ്ഞ സമയത്ത് മാത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ദുഃഖമാണ്, അതിൻ്റെ ഒരു കരച്ചിലൊക്കെയാണ് വീട്ടിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശരി വിജിൻ, നിശ്ചയം ഇപ്പോൾ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ അരുൺ ബാബുവിൻ്റെ ബന്ധുക്കളൊക്കെ അമ്മയും മറ്റും അറിഞ്ഞിട്ടുള്ളൂ മരണം എന്നുള്ളതാണ്. നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ ആഘാതവും വല്ലാത്തൊരു വിലാപവും ഒക്കെ അവിടെ ഉണ്ട്. അത് തന്നെയാണ് വിജിൻ സൂചിപ്പിക്കുകയും ചെയ്തത്. അരുൺ ബാബു 37 വയസ്സാണ്. തിരുവനന്തപുരത്തെ ഉഴമലക്കൽ കുര്യാത്തി സ്വദേശിയാണ്. ഷോപ്പ് അഡ്മിനാണ് എന്നാണ് മാധ്യമങ്ങളൊക്കെ വന്നിട്ടുള്ള വിവരം. 8 മാസം മുൻപാണ് കുവൈറ്റിലേക്ക് പോയത്. മരണത്തിലേക്ക് പോയത് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒന്നായിപ്പോയി എന്നുള്ളതാണ്.